അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അവരോട്, ഇന്നപോലെ ഞാൻ മാരുതി വർക്ക് ചെയ്തൊരു വ്യക്തി, എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കുറച്ചറിയാം, എനിക്ക് വാഹനം കാണണം എന്ന് ഞാൻ പറഞ്ഞു. അവരാദ്യം പറഞ്ഞത് തിരുവല്ല യാർഡിലാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ തിരുവല്ല യാർഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം, ഇവിടുന്ന് ഇപ്പോൾ എന്ത് ദൂരമുള്ള, ഏതായാലും വാഹനമുണ്ട് ഞങ്ങൾ വാഹനത്തിൽ പോയി ചെക്ക് ചെയ്തോളാം, എനിക്ക് വാഹനം കാണണം. ഞാൻ തർപ്പിച്ചു തന്നു എനിക്ക് വാഹനം കാണണമെന്ന്. ഇവരൊരു അരമണിക്കൂറോളം ഫോൺ ചെയ്ത് അങ്ങോട്ട്, നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് ട്രാൻസിറ്റ് എന്നൊരു വാക്ക് കേട്ടോണ്ട് അതിൽ വീണ് പോകരുത്. പുതിയ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരും ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടോണം. കാരണം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാര്യത്തിനെക്കുറിച്ച്, ഒരു പ്രശ്നത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു സംഗതി നടക്കുന്നുണ്ട്. ഇപ്പം അടുത്തൊന്നും തുടങ്ങിയൊരു കാര്യമാണെന്ന് ഞാൻ പറയില്ല, ഒരുപാട് നാളായിട്ടൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വാഹനം എടുക്കാൻ പോയി, എൻ്റെ ഇൻറ്റിമേറ്റ് കൂട്ടുകാരനാണ്. പക്ഷേ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കാരണം എനിക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ട് അവൻ ഒരു വാഹനം ബുക്ക് ചെയ്യുകയാണ്. പുതിയ വാഹനം റെഡി ക്യാഷിനാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവൻ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിടാ കുഴപ്പമില്ല, എല്ലായിടത്തും റേറ്റ് ചോദിക്കുക. ആസ് യൂഷ്വൽ നമ്മളൊരു പുതിയ വാഹനം എടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്, ഇപ്പം മാരുതിയുടെ ഒരു വാഹനം എടുക്കുകയാണ്, അല്ലെങ്കിൽ കിയയുടെ ഒരു വാഹനം എടുക്കുകയാണ്, അല്ലെങ്കിൽ ഹുണ്ടായുടെ ഒരു വാഹനം എടുക്കുകയാണ്, അല്ലെങ്കിൽ ടൊയോട്ടയുടെ ഒരു വാഹനം എടുക്കുകയാണ്, നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം 2 or 3 ഷോറൂമിൽ ചെന്ന് ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് എൻക്വയറി നടത്തും. എൻക്വയറി നടത്തുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും രൂപ ഇവിടെ കിട്ടും ഇന്ന സ്ഥലത്ത്, സോ ആൻഡ് സോ. അടുത്തൊരു ഷോറൂമിൽ ചെല്ലും, അവിടെ റേറ്റ് ചോദിക്കും, അവർ തരും. ഇതിപ്പം വാഹനത്തിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് എല്ലായിടത്തും സെയിം തന്നെയാണ്. ഇതിൽ വ്യത്യാസം വരുന്നത് നമുക്ക് കിട്ടുന്ന ആക്സസറീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആക്സസറീസിൽ വരുന്ന ഡിഫറൻസും അവർ കൊടുക്കുന്ന കുറച്ച് ഓഫേഴ്സും, അതായത് ഇപ്പം പഴയ വാഹനം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ഒരു എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് അവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്, അഥവാ പ്രൈസിന് വേരിയേഷൻ വരുത്താൻ സാധിക്കുന്നത്. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ അവൻ 2 or 3 സ്ഥലത്ത് പോയി ഏറ്റവും നല്ലൊരു ഓഫർ കിട്ടിയൊരു സ്ഥലത്ത് ചെന്നു. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ലേഡി ആയിരുന്നു അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവ്. ഞാൻ ആ പേരൊന്നും ഇപ്പം മെൻഷൻ ചെയ്യുന്നില്ല, അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. ആ വീഡിയോയ്ക്കകത്ത് വാഹനവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് എന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമാവും. ഏതായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ മെയിനായിട്ട് പറയുന്നത്. കാരണം ഇന്നൊരു ഓട്ടോമൊബൈൽ വീഡിയോ ഇടുന്നതിന് പകരം ഞാൻ ഇത് ഇടുന്നതിൻ്റെ കാര്യം എനിക്ക് ശരിക്കും ബുദ്ധിമുട്ട് തോന്നി. ഇത് കഴിഞ്ഞ് ഇവൻ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു കുറച്ച് ദിവസം. അപ്പം അങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, രാകേഷ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അവരോട് ചെന്ന് സംസാരിച്ചിട്ട് പോലും ഒരു പ്രീമിയം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കേണ്ട, നെക്സ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും അരീനെ കഴിഞ്ഞും സ്റ്റാൻഡേർഡ് കൂടുതൽ, അഥവാ പ്രീമിയം കസ്റ്റമേഴ്സാണ് വരുന്നത്. അപ്പം അങ്ങനെ അവരോട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്ന കൺസേൺ അവർ ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതായത് ഇവൻ അവിടെ ചെന്നു, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു, വാഹനത്തിനെ കുറിച്ച് പറഞ്ഞു, എല്ലാം ഇവൻ ഓക്കെ ഹാപ്പിയാണ്. പക്ഷേ ഇവൻ ചോദിക്കുന്നതിനൊന്നും അല്ല ഉത്തരം കിട്ടുന്നത്. ഉത്തരം അവർക്ക് എന്താണ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിക്കുള്ള ആൻസേഴ്സാണ് കിട്ടുന്നത്. ഏതായാലും വാഹനം ഞാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല, വാഹനം ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഏതായാലും വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ സുഹൃത്ത് പറഞ്ഞു എനിക്ക് വാഹനം ഒന്ന് കാണണം. അവർ പറഞ്ഞു ട്രാൻസിറ്റ് വാഹനമാണ്. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടെക്നിക്കൽ ടേംസ് നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പുതിയ വാഹനം എടുക്കാൻ പോകുന്ന ഏതൊരു വ്യക്തിയും കേൾക്കുന്ന ഒരു വാക്കാണ് ട്രാൻസിറ്റ് വാഹനം. എന്താണ് ട്രാൻസിറ്റ് വാഹനം? ട്രക്കിൽ അവിടെ നിന്ന്, അതായത് എവിടെയാണ് പ്ലാന്റിൽ നിന്നും ഒരു സ്ഥലത്ത് വന്ന് ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അൺലോഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് വേറെ ട്രക്കിലോട്ട് ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസിറ്റ് വന്ന് ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, പുതിയ വാഹനങ്ങളാണ്. പുതിയ വാഹനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 1.5 മാസം, അങ്ങറ്റം പോയാൽ 2 മാസം, ഒരിക്കലും 2 മാസം ഡിഫറൻസ് വരത്തില്ല, എന്നാലും 1.5 മാസം നിങ്ങൾക്ക് ധൈര്യമായി കൂട്ടാൻ സാധിക്കും. അപ്പോൾ ഇവൻ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ട്രാൻസിറ്റ് ആണ് സാറേ, വരാൻ പോകുന്നതേ ഉള്ളൂ, അപ്പോൾ സാറിന് പുതിയ വണ്ടി തന്നെ കിട്ടുമല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവനും ഹാപ്പിയാണ്. ഏതായാലും 10-ാം തീയതി വാഹനം ഡെലിവറി പറഞ്ഞു, 10-ാം തീയതി കിട്ടിയില്ല. അതിനിടയ്ക്ക് കുറച്ച് ഓണത്തിൻ്റെയൊക്കെ കുറച്ച് അവധിയും കാര്യങ്ങളൊക്കെ വന്നു. ഓക്കെ, നോ പ്രോബ്ലം. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്ന് കഴിഞ്ഞ് ഞാനും കൂടെ ചെന്ന സമയത്ത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എൻ്റെ ഒരു രീതി വെച്ച് ഞാൻ എല്ലാവരോടും വളരെ മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ തിരിച്ച് ആ മര്യാദ കിട്ടിയില്ലെങ്കിൽ ഞാനും തിരിച്ച് ഭയങ്കര റൂഡായിപ്പോകും. ഏതായാലും ഞാൻ റൂഡായൊന്നുമില്ല. ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ ആസ് ഇറ്റ് ഈസ് കസ്റ്റമറോടാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. എന്നോട് സംസാരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അറിയാവുന്ന ഒരാൾ ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അവരോട്, ഇന്നപോലെ ഞാൻ മാരുതി വർക്ക് ചെയ്തൊരു വ്യക്തി, എനിക്ക് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കുറച്ചറിയാം, എനിക്ക് വാഹനം കാണണം എന്ന് ഞാൻ പറഞ്ഞു. അവരാദ്യം പറഞ്ഞത് തിരുവല്ല യാർഡിലാണെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ തിരുവല്ല യാർഡിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം, ഇവിടുന്ന് ഇപ്പോൾ എന്ത് ദൂരമുള്ള, ഏതായാലും വാഹനമുണ്ട് ഞങ്ങൾ വാഹനത്തിൽ പോയി ചെക്ക് ചെയ്തോളാം, എനിക്ക് വാഹനം കാണണം. ഞാൻ തർപ്പിച്ചു തന്നു എനിക്ക് വാഹനം കാണണമെന്ന്. ഇവരൊരു അരമണിക്കൂറോളം ഫോൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ഇതുവരെ എൻ്റെ സുഹൃത്ത് വാഹനം കാണണമെന്ന് പറയുമ്പോഴേക്ക് ഇവർ പറയുന്ന വാഹനം എത്തിയിട്ടില്ല,
സാറേ വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഇവൻ വിളിച്ച് എൻക്വയറി നടത്തിയപ്പോഴും പറയുന്നത് സാറേ വാഹനം എത്തിയിട്ടില്ല, എത്തുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസവും ഇവൻ വിളിച്ചപ്പം പറഞ്ഞു സാറേ വാഹനം തിരുവല്ല യാടി വന്നിട്ടുണ്ട്, പക്ഷേ പോയി എടുക്കാൻ ആളില്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പം ഇവനും ഓർക്കുന്ന ഇവനും നമ്മൾ ഏതൊരു പുതിയ സാധനം വാങ്ങുകയാണ്, ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്താ, ആ ഫോണിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കും, ആ ഫോണിൻ്റെ ഒരു ഡെമോ ഫോൺ നോക്കും. അതിനുശേഷം നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോണിൻ്റെ ബോക്സ് നമ്മൾ തന്നെ എടുക്കുന്നത്, അത് അൺബോക്സ് ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്നൊരു ക്യൂരിയോസിറ്റി ഒന്ന് വേറെയാണ്. അതായത് നമ്മളൊരു ഫോൺ വാങ്ങുകയാണെങ്കിലും ഏതൊരു സാധനം വാങ്ങുകയാണെങ്കിലും നമ്മളത് നോക്കിയാണ് വാങ്ങുന്നത്. പക്ഷേ വാഹനം മാത്രം എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് തന്നെ പറയാം സാറേ വാഹനം വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ട്രാൻസിറ്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നിങ്ങളൊരു പുതിയ വാഹനം എടുക്കാൻ പോകുന്ന സമയത്ത് ട്രാൻസിറ്റ് എന്നൊരു വാക്ക് കേട്ടോണ്ട് അതിൽ വീണ് പോകരുത്. കുഴപ്പമില്ല, ട്രാൻസിറ്റ് ആണോ വരട്ടെ, ഒരു കാരണവശാലും ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കരുത്. ജസ്റ്റ് ബുക്കിംഗ് എമൗണ്ട് അടയ്ക്കുക, ജസ്റ്റ് ബുക്കിംഗ് എമൗണ്ട് മാത്രം അടയ്ക്കുക. വാഹനം വരട്ടെ, വാഹനം നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ഏത് മാസത്തെ പ്രൊഡക്ഷൻ ആണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ 2025 എടുക്കുന്ന സമയത്ത് ജാനുവരിയുടെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ പഴകിയെന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും മാസം, അതായത് ഇതിപ്പോൾ 9ാം മാസം, 9 മാസം പഴക്കമുള്ള വാഹനം എന്തിനാണ് നിങ്ങൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്ത്, അഥവാ ആ വാഹനത്തിൻ്റെ ഒറിജിനൽ പേയ്മെൻറ്റ് കൊടുത്തെടുക്കുന്നത്? നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഈവൻ അവർ പറഞ്ഞ ഓഫേഴ്സ്, അതായത് ഓണം ഓഫേഴ്സും കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് പറഞ്ഞൊരു എമൗണ്ട് എത്രയാണോ അത് ഫുൾ പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം ഇതുപോലെ വാഹനം ഞാൻ കാണണം എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് അവർ തിരുവല്ലയിലാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തിരുവല്ല ഞാൻ പോയി നോക്കാം, ഞാൻ ഇൻസ്പെക്ഷനൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് പോയി കാണാം, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു അവിടെ സെക്യൂരിറ്റി ഇല്ല, അവർ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ കാര്യമില്ല, എനിക്ക് വാഹനം കാണണം എന്ന് പറഞ്ഞപ്പോഴേക്ക് അവർ ആരേക്കോ ഫോൺ ചെയ്ത് ഒരു അരമണിക്കൂറോളം ഞങ്ങളെ അവിടെ പോസ്റ്റാക്കി. പക്ഷേ ഞങ്ങളോട് ഒരു കാര്യം പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയണം സാറേ അത് വേറൊരു ആളെ കൊണ്ട് ഞങ്ങൾ ആ വാഹനം ഇവിടെ കോട്ടയത്ത് എടുത്തിടിയിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കളി മനസ്സിലാക്കിക്കോണം. അതായത് നമുക്ക് പണി അറിയാം അല്ലെങ്കിൽ കാര്യം അറിയാം എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴേക്കും കളി മാറി, വാഹനം ഇവിടെ കോട്ടയം എത്തി. ശരി ആയിക്കോട്ടെ. അപ്പം ഞാൻ പറഞ്ഞ് ഓക്കെ എന്നാൽ നമുക്ക് പോയി കാണാം. ശരി സാർ, ഒരു 10-15 മിനിറ്റ് ഞാൻ ഇവിടുത്തെ വർക്ക് ഒന്ന് തീർത്തോട്ടെ. അപ്പോൾ ഈ എടുക്കുന്ന സമയം എന്തിനാണെന്നുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. അതായത് അവിടെ എന്താണ് സംഭവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് തോന്നുന്നൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ്, 20-25 മിനിറ്റ് കഴിഞ്ഞ് സാറേ ഞങ്ങളും കൂടെ വരാമെന്ന് പറഞ്ഞ് ആ പറഞ്ഞൊരു ലേഡിയും കൂടെ വേറൊരു സ്റ്റാഫും കൂടെ വന്നു. അപ്പോൾ ആ പയ്യൻ എന്നോട് ചോദിച്ചു ചേട്ടൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ല? യെസ് അതെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അവരുടെ യാർഡിൽ പോയി വാഹനം നല്ല നീറ്റായിട്ട് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് നമുക്ക് ഈ വാഹനങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ടയർ നോക്കും. ടയർ നോക്കുന്ന സമയത്ത് ടയറിൽ വളരെ കൃത്യമായിട്ട് ഏത് വീക്കിലാണ്, ഏത് ആഴ്ചയാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്, ആഴ്ചയും വർഷവും അറിയാൻ പറ്റും. ആഴ്ച നോക്കിയപ്പോൾ മാർച്ചിലെ ടയറാണ് ആ വാഹനത്തിലുള്ളത്. അപ്പോൾ ട്രാൻസിറ്റ് ആണെന്നുള്ളത് ഞാൻ അവിടെ നിന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം എൻ്റെ ഒരു രീതി വെച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ തർക്കിക്കാൻ തുടങ്ങി ഞാൻ ശരിക്കും കയറി ഹെഡ് ചെയ്യും. അതങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇതെല്ലാം ഞാൻ ഫോട്ടോസ് എടുത്തു, വിൻ നമ്പർ ഉൾപ്പെടെ ഫോട്ടോസ് എടുത്തു. ഇവൻ്റെ ഇവർ വിൻ നമ്പറോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇത് തന്നെയാണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസും എല്ലാം എടുത്തു. പക്ഷേ ഇതിലൊക്കെ കഴിഞ്ഞ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് വരെ ഇവരെടുത്തിരിക്കുകയായിരുന്നു. അത് കസ്റ്റമർ പോലും അറിയാതെ ഇതിൻ്റെ ഇൻഷുറൻസ് എല്ലാം റെഡി. 5-ാം തീയതി ഇൻഷുറൻസിൻ്റെ പേപ്പർ റെഡി ആയിരുന്നു. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല, അഥവാ കസ്റ്റമർ അറിയുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ ഉണ്ടായൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അവനോട് ഇത് കഴിയുമ്പോഴത്തേക്ക്, കാരണം അന്നേരം അവരെല്ലാം നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇത് കഴിഞ്ഞ് അവൻ വീട്ടിലോട്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വന്നു. കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ മാറ്റി നിർത്തി ഞാൻ അവനോട് മാത്രം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഇത് ഏപ്രിൽ മാസമായിരിക്കും അല്ലെങ്കിൽ മാർച്ചിലെ വാഹനമാണ്, കാരണം മാർച്ചിലെ ടയറാണ് വരുന്നത്. മാർച്ചിലെ ടയർ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ സമ്മതിക്കുന്നില്ല. പക്ഷേ ഈ പ്രൂഫ് സഹിതം പറഞ്ഞപ്പോഴേക്കും അവസാനം അവർ പറഞ്ഞു ശരിയാണ് സാർ, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ്. അപ്പം ഈ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ട്രാൻസിറ്റ് എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് കൊള്ളാം, പക്ഷേ നിങ്ങൾക്ക് പണി തരാനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, എന്നിട്ട് ഇത് എന്തായെന്നും കൂടെ പറഞ്ഞേക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ആ വാഹനം എടുക്കണ്ട, അല്ലെങ്കിൽ അവരോട് നല്ലൊരു രീതിക്ക് ഡിസ്കൗണ്ട് തരാൻ പറയണം. കാരണം 6 മാസം വരെ പഴക്കമുള്ളൊരു വാഹനമാണ്, 6 മാസം അടുപ്പിച്ച് പഴക്കമുണ്ട്. ഒന്നെങ്കിൽ അവരിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ ഒരു രീതിക്കുള്ള ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, നമുക്ക് പ്രശ്നമില്ല സാർ, ഏപ്രിലെ വണ്ടിയാണ് അല്ലെങ്കിൽ ഏപ്രിലെ വാഹനമാണ്, നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, സാറിന് കാണിച്ചു തരാം, ദാറ്റ്സ് ഓൾ, തീർന്നു. ഈ ട്രാൻസിറ്റ് എന്നൊരു വാക്ക് ഇവർ ഉപയോഗിച്ചു. എന്നോടും പറഞ്ഞു ട്രാൻസിറ്റ് ആണ് സാർ, ട്രാൻസിറ്റ് നേരെ തിരുവല്ലയിലാണ് വന്നിറങ്ങുന്നത്.
എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശരിക്കും അവനോട് പറഞ്ഞു, ഈ വാഹനം എടുക്കണ്ട, ഈ വാഹനം എടുത്താൽ നമുക്കിനി പണിയാണോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല, പുതിയ വാഹനം വേണം. ഇൻഷുറൻസ് വരെ എടുത്തെന്ന് ഓർത്തോണം. അവർ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തു. ടു ബി വെരി ഫ്രാങ്ക്, ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്തു. പുതിയ വാഹനം 22 കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടാക്സിൻ്റെ ബെനിഫിറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പിന്നെയും പൈസ ഒരുപാട് കുറവ് വരികയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നടന്ന കളികളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞിട്ടില്ല, കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിനാവശ്യം വരികയാണെങ്കിൽ ഞാൻ ബാക്കിയും കൂടെ പറയാം. അതുകൊണ്ട് പുതിയ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വാങ്ങാൻ പോകുന്ന വാഹനം നിങ്ങൾ കണ്ടിരിക്കണം. അതിൻ്റെ ചേസസ് നമ്പറും എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചോണം. ടയറിൻ്റെ നമ്പർ ഉൾപ്പെടെ ഫോട്ടോ എടുത്ത് വെച്ചോണം. വാഹനം കണ്ടതിന് ശേഷം മാത്രം ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടിയുള്ള പേയ്മെൻറ്റ് കൊടുക്കാവുള്ളൂ. കാരണം ഇൻഷുറൻസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഒരുപാട് നൂലാമാലകൾ പറയും. ചുമ്മാതെ അറിയാത്തവരോട് നൂലാമാലകൾ ഒരുപാട് പറയും. സാറേ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കിനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, സാറ് തന്നെ എടുത്തേ പറ്റൂ എന്നൊക്കെ പറയും. പക്ഷെ അത് വെറും പറ്റിയില്ല എന്ന് ഓർത്തോണം. നമ്മളോട് മര്യാദയ്ക്കാണെങ്കിൽ നമ്മൾ തിരിച്ച് മര്യാദയ്ക്ക് കാണിക്കുക. നമ്മളോട് മര്യാദ കേടാണെങ്കിൽ അടുത്ത സ്ഥലം നോക്കുക. കാരണം മാരുതി വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ മാരുതിയുടെ ഷോറൂമുണ്ട്. ഇനി ഹുണ്ടായി വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഹുണ്ടായുടെ ഷോറൂമുണ്ട്. ടൊയോട്ടയ്ക്ക് മാത്രമുള്ള കുറച്ചൊരു ലിമിറ്റ് എന്ന് പറയാനുള്ളത്. ബാക്കിയുള്ള ഏത് വാഹനം നിങ്ങൾ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഓഫറും അപ്പുറത്തെ ഓഫറും ചോദിക്കുക. അവിടെ ഓഫർ കൂടുതൽ തരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും കള്ളത്തരം കാണിക്കാമെന്ന് വേണ്ടിയിട്ട് ഒരു അർത്ഥവുമില്ല. ഓഫർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം അവർ പറയണം. അതായത് അതെ ഇത്ര വില ഞാൻ കുറച്ചിട്ടുണ്ട്, കാരണം ഇത് 6 മാസ വാഹനമാണ്. ഓക്കെ, നമുക്കത് അണ്ടർസ്റ്റുഡ് ആണ്. പക്ഷേ കള്ളത്തരം കാണിക്കുന്നത് നല്ലൊരു രീതിയല്ല. അതുകൊണ്ട് ഇനി നിങ്ങളൊരു വാഹനം എടുക്കാൻ ചെല്ലുകയാണെങ്കിൽ, ഇപ്പോൾ GST കുറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വാഹനം എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 1 ലക്ഷം രൂപ അടുപ്പിച്ചൊക്കെ നല്ല രീതിക്ക് ഓഫേഴ്സ് കിട്ടുമ്പോൾ ആരും എടുത്തു പോകും. അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനൊരു പണി കിട്ടാതെയും കൂടെ നോക്കുക. ഇയർ ബാക്കോ അഥവാ റേറ്റ് ഈ പഴയ വാഹനമൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്തിക്കണം. അങ്ങനെയാണെങ്കിൽ അഡീഷണലായിട്ട് വേറെ ഓഫേഴ്സും കൂടെ നമുക്ക് തന്നേ പറ്റൂ. അത് ചോദിച്ചോണം. നിങ്ങളെടുക്കാൻ പോകുന്ന വാഹനത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നേരത്തെ ഒന്ന് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതെൻ്റെ പേഴ്സണൽ സജഷനാണ്. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടി ഇടുക. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.